കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഗ്രൂപ്പായ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേരളത്തിലുള്ള 2 എഞ്ചിനീയറിംഗ് കോളേജുകളും ഓട്ടോണമസ് പദവി നേടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടോണമസ് പദവി എന്താണ്, അതെങ്ങനെയാണ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ പ്രാവശ്യം വ്യത്യസ്തമാകുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കറിയാം. കേരളത്തിൽ ആദ്യമായിട്ട് പല കാര്യങ്ങളും ഈ ഓട്ടോണമസ് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവ എന്തെല്ലാമാണ്, അതെങ്ങനെയാണ് വിദ്യാർത്ഥി സമൂഹത്തിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടുന്നത്, അതുപോലെ പഴയ ആ സിലബസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മളൊന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ വർഷങ്ങളിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം KTUയുടെ ആ ഒരു ാണ് പഠിക്കുന്നത്. മാത്രമല്ല ഈ പരീക്ഷകൾ കൃത്യസമയത്ത് നടത്താത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ റീ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ പലപ്പോഴും ഒരു അക്കാദമിക് കലണ്ടർ ഫോളോ ചെയ്യാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും വിദ്യാർത്ഥികൾ 5ാമത്തെ സെമിസ്റ്റർ പഠിക്കുമ്പോൾ 3ാമത്തെ സെമിസ്റ്ററിൻ്റെ റീ എക്സാമിനേഷൻ എഴുതുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ ഈ പല സമയത്ത് പരീക്ഷകൾ വന്ന് വിദ്യാർത്ഥികൾ ആകെ സമ്മർദ്ദപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് വരുന്നതിലുള്ള വഴികൾ, ഇതേപോലെ സമസ്ത കാര്യങ്ങളിൽ അക്കാദമിക്സിൻ്റെ കാര്യങ്ങളിൽ ഒരു വിലങ്ങ് തടിയായിട്ട് പലപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ മെല്ലപ്പോക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിൽ പലതരത്തിൽ, അതുമാത്രമല്ല ഈ പറയുന്ന സിലബസ് പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിറയുകയാണ്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ ഉൾപ്പെടുത്താനോ പലപ്പോഴും സമയാസമയങ്ങൾ ചെയ്യാത്തതൊക്കെ വലിയ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ജോലി ലഭിക്കാൻ, ഒരു പ്രൊഫഷണൽ ആവാനായിട്ട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അല്ലാത്തത് കൊണ്ട് തന്നെ പഠിച്ചിറങ്ങുന്നത് പലതും പഴഞ്ചനായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അതിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അത് പഠിച്ചേ മതിയാവൂ, സമ്മർദ്ദത്തിലാണ്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ഇല്ലാതെ പോകുന്ന കാര്യങ്ങളാണ് ഉണ്ടാവാറ്. പക്ഷേ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഓട്ടോണമസ് പദവി, അതും യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ നെഹ്റു കോളേജിനെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGCയും ഓട്ടോണമസ് പദവി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ APJ KTU എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയും നമ്മുടെ സ്ഥാപനത്തിന് ഓട്ടോണമസ് പദവി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിലെ വിരലിൽ എണ്ണാവുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഫുൾ ഓട്ടോണമി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏറെ അനുകൂലമാവുന്ന ഒരുപാട് കാര്യങ്ങൾ നെഹ്റു കോളേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഈ ഒരു ഓട്ടോണമി എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി ലഭിക്കാൻ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു ജോലി ലഭിക്കൽ ഈ കാലത്തൊക്കെ പിന്നെയും എളുപ്പമാണ്. 100% ജോലി നിലവിൽ തന്നെ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏറ്റവും മികച്ച പാക്കേജിൽ ഏറ്റവും മികച്ച കോർ മേഖലയിൽ തന്നെ ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ടെക്നോളജി, ആ കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സിലബസ് എല്ലാം തന്നെ നമ്മുടെ ഓട്ടോണോമിയുടെ ഭാഗമായിക്കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുകയാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ നിലവിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ആ കാര്യങ്ങൾ, ഇൻഡസ്ട്രി ചോദിക്കുന്ന ടെക്നോളജികൾ, ഫ്യൂച്ചർ ടെക്നോളജികൾ നമ്മളിവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിലബസ് എല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്ത് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് പലത് ഒഴിവാക്കിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ആഡ് ഓൺ പ്രോഗ്രാം അല്ല. നിലവിലുള്ള ആവശ്യമില്ലാത്ത ഒബ്സലൂട്ടായിട്ടുള്ള ടെക്നോളജികളും കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചാൽ ജോലി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഹൈ സാലറിയിലുള്ള ഏറ്റവും മികച്ചൊരു അവസരമാണ് ഈ വർഷം മുതൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ടെൻഷനില്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ കിട്ടുന്നത്. അതായത് അക്കാദമിക് ഫ്ലെക്സിബിലിറ്റി ഓട്ടോണമസിൻ്റെ ഭാഗമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമുള്ള മേഖലയിൽ റിസർച്ച് ചെയ്യാനും മേഖലയെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാനും ആ മേഖലയിലുള്ള വിവിധ ജോലികളെ പറ്റി അറിയാനും ആ ജോലികൾ അവർക്ക് ഇൻറ്റേൺഷിപ്പായിട്ടോ OJT ആയിട്ടോ മറ്റെന്തെങ്കിലും രീതിയിൽ അവർക്കത് പഠിക്കാനും ആ മേഖലയിലേക്ക് തന്നെ പഠനം കഴിഞ്ഞ് മികച്ചൊരു സാലറിയോട് കൂടിയിട്ട് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കും. കാരണം ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നതും നെഹ്റു കോളേജിലെ അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ വരും. എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ഒരു റീ എക്സാമിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ വിത്തിൻ 2 ആഴ്ച കൊണ്ട് 2 വീക്സ് കൊണ്ട് ഇതിന് റീ എക്സാമിനേഷൻ നടത്തുകയും ഇനി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ റെമഡിയൽ ക്ലാസ്സുകളൊക്കെ നൽകി നിങ്ങൾ ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല പഠിക്കുന്ന എല്ലാം പുതിയ ടെക്നോളജി ആയതുകൊണ്ട് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് എടുക്കാനുള്ള അവസരമുണ്ട്. ഇനി 4th ഇയറെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അവസാന വർഷം അതിനകത്ത് 8ാമത്തെ സെമിസ്റ്റർ നമ്മൾ പൂർണ്ണമായിട്ടും ഇൻഡസ്ട്രിയിലായിരിക്കും ഇൻറ്റേൺഷിപ്പ് ചെയ്യായിരിക്കും. അതും പെയ്ഡ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പാണ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ 7th സെമിസ്റ്റർ
സെമസ്റ്റർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പാർഷ്യലി നിങ്ങൾ വിവിധ ഇൻഡസ്ട്രികളിൽ പോയി IVയും അതേപോലെ തന്നെ അവിടുത്തെ ഇൻറ്റേൺഷിപ്പും ഓൺ ദ ജോബ് ട്രെയിനിങ് അടക്കമുള്ള കൃത്യമായിട്ട് നിങ്ങൾ ആ ഇൻഡസ്ട്രിയെ പറ്റി മൊത്തത്തിൽ പഠിച്ച് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടും. അതിനുശേഷം അങ്ങനെ 8ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രിയിൽ പെയ്ഡ് ഇൻറ്റേണായിട്ട് കയറുകയും അതിനുശേഷം ആ ജോബ് റോളിൽ തന്നെ മറ്റു കമ്പനിയിലോ അല്ലെങ്കിൽ അതേ കമ്പനിയിലോ നിങ്ങൾക്ക് തുടർന്ന് മുമ്പോട്ട് പോവുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഓട്ടോണോമി ലഭിച്ചത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ കോഴ്സുകളെല്ലാം സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ടീച്ചിങ് മെത്തഡോളജി എന്ന് പറയുന്നത് നമുക്കറിയാം IIT ലെവലുകളിൽ ഇങ്ങനെ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടീച്ചിങ് മെത്തഡോളജിയും പെഡഗോജിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഇഷ്ട മേഖലയിലുള്ള റിസർച്ച് ചെയ്യാനും അല്ലെങ്കിൽ അതിനകത്ത് അവർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ പേറ്റൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ എടുക്കാനും മൊത്തത്തിലൊരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ആ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഗോൾസുകൾ, ആ ഡ്രീംസ് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും മികച്ച ആ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഓപ്ഷനാണ് നെഹ്റു കോളേജിൻ്റെ കോളേജുകൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ UGCയിലെ ഓട്ടോണമി ലഭിച്ചുകൊണ്ട് തന്നെ 3ാമത്തെ വർഷം നിങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ സ്പെഷ്യലൈസേഷൻ്റെ ഒരു ഡിപ്ലോമ വരികയാണ്. അതുപോലെ 4ാമത്തെ വർഷം നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി വരുന്നു, സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും മികച്ച ലേണിംഗ് മെത്തഡോളജീസിൽ പോയും അതിനെല്ലാത്തിനും നിങ്ങൾക്ക് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഈ ഓട്ടോണോമിയുടെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളിൽ റിലീഫാണ്. കാരണം യൂണിവേഴ്സിറ്റി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പഴയ സിലബസും മറ്റു കാര്യങ്ങളും പഠിച്ച് അതിന് ഒത്തിരി സമ്മർദ്ദങ്ങൾ അനുഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ഇൻഡസ്ട്രി റെഡിയാവുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേണിംഗ് വളരെ ആനന്ദകരമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കുറച്ചുകൂടി എൻജോയബിൾ ആയിട്ടാണ് ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷനില്ല, അക്കാദമിക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചുകളോ പേറ്റൻറ്റുകൾ എടുക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങളെ ഏറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവിധ യൂണിവേഴ്സിറ്റികളുടെ അല്ലെങ്കിൽ IITകളുടെ അല്ലെങ്കിൽ NITകളുടെ അല്ലെങ്കിൽ എമിനൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ പാഠ്യഭാഗങ്ങൾ അല്ലെങ്കിൽ അത്തരം ക്രെഡിറ്റ്സുകൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ മേഖലയിൽ നിന്ന് എടുക്കാനും അത് ABC വഴി നമുക്ക് ആഡ് ചെയ്യാനും നിങ്ങളുടെ ഡിഗ്രിയിലേക്ക് കൂട്ടിച്ചേർക്കാനും സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അക്കാദമിക് ഫ്ലെക്സിബിലിറ്റി അതിൻ്റെ ഫുള്ളസ്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഏത് മേഖലയാണോ നിങ്ങൾക്ക് തിളങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതിന് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളോട് അതായത് IITയുടെ NITയുടെ ഒക്കെ അടക്കമുള്ള എമിനൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ സ്വന്തമാക്കാനും അത് ഡിഗ്രിയോട് കൂടിയിട്ട് ചേർക്കാനും, കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് ഡിഗ്രിയോട് ചേർക്കാൻ പറ്റും. ഒരു ആഡ് ഓൺ പ്രോഗ്രാം അല്ല, റിയൽ നിങ്ങളുടെ ഡിഗ്രിയിലേക്ക് ചേർക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതായത് 3ാമത്തെ വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും, 4ാമത്തെ വർഷം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും, പിന്നെ സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ കയ്യിൽ ഏറ്റവും മികച്ച സാലറിയോട് കൂടിയിട്ട് നല്ലൊരു പ്ലേസ്മെൻറ്റ്, ഹൈ പാക്കേജിലുള്ള ഒരു പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് 100% ലഭിക്കും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഈ സ്ഥാപനങ്ങളിൽ ഈ വർഷം മുതൽ ഒരു IIT സ്റ്റാൻഡേർഡുള്ള ലേണിംഗ് മെത്തഡോളജീസും പെഡഗോജീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ ചേർന്നാൽ കിട്ടും. അപ്പോൾ വെറും ഒരു ജോലിയല്ല, ആ സ്പെസിഫിക് ആയിട്ടുള്ള മേഖലയിൽ ഏറ്റവും മികച്ച സാലറിയോട് കൂടിയിട്ടുള്ള ഒരു പാക്കേജോട് കൂടിയിട്ടുള്ള ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അതേ ഡിഗ്രിയാണ്. അതായത് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ വാല്യൂമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ യാതൊരുവിധ ടെൻഷനും വേണ്ട. സെയിം സർട്ടിഫിക്കറ്റ്, അതായത് ഒരു ഗവൺമെൻറ് കോളേജിൽ GC തൃശ്ശൂരോ അല്ലെങ്കിൽ ETയിലോ അവിടെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന സെയിം സർട്ടിഫിക്കറ്റാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഒരു കോമ്പറ്റബിലിറ്റിയായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു വാല്യൂമായി ബന്ധപ്പെട്ടോ യാതൊരു ടെൻഷനും വേണ്ട. അതുപോലെ തന്നെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ കോഴ്സുകളെല്ലാം തന്നെ ഇൻഡസ്ട്രി 4.0 ബേസ് ചെയ്തിട്ടുള്ള ജോബ് റോൾസിലേക്ക് നിങ്ങളെ എത്താൻ സഹായിക്കുന്ന ഒന്നാണ്.
അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാപനത്തിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ജോലി കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇത്തരത്തിലുള്ള ജോബ് റോൾസുകളും അതിന് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പലപ്പോഴും വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ വിദേശത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. ധൈര്യമായിട്ട് എടുക്കാം. ഇതിനകത്ത് വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല എന്നുള്ളതാണ്. NBA അക്രഡിറ്റഡ് പ്രോഗ്രാംസ് ഇവിടെ ഉണ്ട്. അത് വിദേശത്തേക്ക് കടക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശത്തടക്കം കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സുകളാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ധൈര്യമായിട്ടെടുക്കാം. ബെസ്റ്റ് വിഷസ്.